ഇന്ത്യൻ വണ്ണിനായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇന്ത്യൻ വൺ നമുക്കൊരു പറയുകയാണെങ്കിൽ പലരും ജനിച്ചിട്ടുണ്ടാവില്ല. ഇപ്പം നിങ്ങൾ യൂട്യൂബ് എടുക്കുന്ന ആരെങ്കിലും ജനിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ കണ്ടൊരു സിനിമയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആവേശം ഇപ്പം ഇല്ല. അതങ്ങനെയാണ് അങ്ങനെ വരുള്ളൂ. അതിനായിട്ടൊരു കമ്പാരിസണും ചെയ്യേണ്ട. 2022 ഇപ്പോൾ വന്നിട്ടുള്ളത് ഇരുന്ന് കാണാം, അത്രയേ ഉള്ളൂ. ഇന്ത്യൻ 3K'ലുള്ള ലീഡ് നന്നായിട്ടുണ്ട്, അടിപൊളിയായിരിക്കുന്നത് എക്സ്പെക്ട് ചെയ്യാം. കുഴപ്പമില്ല. ഒരു ടെക്നിക്കൽ ഒരു ഇതിപ്പോൾ തിയേറ്ററിൽ നിന്ന് കണ്ട ഒരു 99% ആളുകളുടെ ഒരു അഭിപ്രായമായിട്ട് പറയാണ്. പേഴ്സണലി രാവിലെ വന്നൊരു ആരും ഹാപ്പി ആയിട്ട് തോന്നുന്നില്ല. നമ്മുടെ നെഗറ്റീവ് റിവ്യൂ എന്ന് പറയുന്നത് വിചാരിക്കരുത്, കണ്ടിരിക്കാം. പക്ഷേ നമുക്കൊരു നമ്മുടെ ഒരു പഴയ ഒരു ഇന്ത്യൻ കണ്ടൊരു ഫീലില്ല പടത്തിൽ. അതാണ്, വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ടെക്നിക്കലി ഹൈ ബഡ്ജറ്റ്, ഓരോ സീനിലും ഒരു 1000 കാസ്റ്റിങ്ങും വമ്പൻ ലക്ഷറി സെറ്റും കാര്യങ്ങളൊക്കെയാണ്. ആ രീതിയിലൊക്കെ ഓക്കെയാണ്. അല്ലാതെ ഒരു ഗൂസ് ബംപ്, ഒരു വികാരം വരുന്നൊരു പരിപാടി ആകെ വളരെ മൈന്യൂട്ടായിട്ടുള്ള പാർട്ടിലേ ഉള്ളൂ. ഇത്രയൊക്കെ ഉള്ളൂ. ട്രെയിലറൊന്നുമല്ല ബ്രോ, ആ ഒരു നമുക്കിപ്പോൾ ഒരു സിനിമ കാണുമ്പോൾ ഒരു ഫീൽ ഉണ്ടാവില്ലേ. ഇപ്പോൾ കമൽഹാസനെ പോലെ ഒരു ലെജൻഡറി ആക്ടറിൻ്റെ ഒരു ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാൻസി ഡ്രസ്സ് പരിപാടിയില്ലേ, ഇത് എല്ലാത്തിലും തന്നെ കാണിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഒരു നല്ലൊരു തിയേറ്ററിൽ ഒരു പക്ക ഒരു സ്റ്റഫ് കാണണമെങ്കിൽ ആ ഒരു വികാരമൊന്നും ഉണ്ടാവില്ല, ചുമ്മാ കണ്ടോണ്ടിരിക്കുക. കമൽഹാസനൊക്കെ പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ മുഖത്ത് ഇതിപ്പോൾ ഈ 5-6 മൈദയും പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അതായത് പറഞ്ഞ ഒരു ആക്ടറിൻ്റെ ഒരു പരിപാടി നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ഒരു കുറ്റമല്ല പറയുന്നത്. അപ്പോൾ തിയേറ്ററിൽ ഒരു സീനിൽ പോലും ഒരു കയ്യടി ഉണ്ടായിട്ടില്ല. അത് അത്ര ഒരു ലെജൻഡറി മൂവിയാണ് ഇന്ത്യൻ എന്ന് പറയുമ്പോൾ. പക്ഷെ ആ ഒരു ഫീല് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. നെഗറ്റീവ് റിവ്യൂ അല്ല, അത് കട്ട് ചെയ്യരുത്. അതുകൊണ്ട് ഞാൻ പിന്നെയും പറയണത്. പാട്ടിൻ്റെ സീനുകൾ വിജയം എന്നാണ്. പാട്ടൊക്കെ നല്ല രസമുണ്ട്. 2 പാട്ടൊക്കെ തേർഡ് പാട്ട് എന്നെപ്പോഴും പ്രതീക്ഷയുണ്ട്. പടം ഇത് നമ്പർ 2 നിർത്തിയത് അപ്പോഴത്തേക്കും നമ്മൾ സിനിമ തീരാൻ നേരത്തൊരു തീർന്നു പോയാലാന്നൊരു തോന്നി. പക്ഷെ അത് കഴിഞ്ഞിട്ട് ആ തേർഡിൻ്റെ ട്രയലർ കാണിച്ചപ്പോഴത്തേക്കും നമുക്കൊരു തേർഡ് പാട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അധികം തീർച്ചയായിട്ടും വരും. കമൽഹാസൻ സാറിൻ്റെ പടം എന്തായാലും ഞാൻ ലുലു മാളിൽ വന്നപ്പോഴത്തേക്കും കാണാൻ പോയിട്ടുണ്ടായിരുന്നു. കമൽഹാസൻ സാറിൻ്റെ ആക്ടിങ്ങിനെ കുറിച്ച് നമ്മളൊക്കെ എങ്ങനെ പറയണേ.